നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസ് സീസൺ 5നെ കുറിച്ച് പൊതുവെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. കാരണം സീസൺ 5ൽ അത്ര സ്ട്രോങ്ങസ്റ്റ് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അഭിപ്രായം. അഖിൽ മാറൻ ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു, പക്ഷേ അഖിലിന് എതിരെ നിന്ന് കളിക്കാനായിട്ടുള്ള സ്ട്രോങ് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അഖിൽ ഇപ്പോൾ ലൈവിൽ എത്തിയിരിക്കുന്നത്. അഖിലിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കാണാം. വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ 6ന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 5നെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുന്നും ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 5 ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ. TRPയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് TRP എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ്. അത് എന്തിലിപ്പം ക്രിക്കറ്റ് എടുത്തു നോക്കട്ടെ, സ്റ്റാർ സ്പോർട്സിന്റെ TRP വളരെ കുറവായിരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ OTTയിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ഷോ കാണുന്നത്. അതിന്റെ അർത്ഥം ഓഡിയൻസ് കുറഞ്ഞു എന്നതല്ല, അതിന്റെ അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പ്ലിറ്റായി OTTയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ്. ഏഷ്യാനെറ്റിൽ രാത്രി 10 മണി മുതൽ അല്ലെങ്കിൽ 9 മണി മുതൽ നിങ്ങളിൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത്? ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും അല്ലെങ്കിൽ സ്മാർട്ട് TV ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഷോയുടെ TRP കുറയ്ക്കും. ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 5 എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് സീസൺ 4ന് ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സീസൺ 5ന് ശേഷം ഇല്ല. അപ്പം മാനവും മര്യാദയുമുള്ള 10-20 പേരായിരുന്നേ ബിഗ് ബോസ് സീസൺ 5ൽ വന്നിട്ട് പോയത്. അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവും മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതല്ല, ഹൌസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവരുടെ കാര്യം നോക്കി അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡ്ഢികളോടാണ് ഞാൻ ഈ പറയുന്നത്. സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കയറ്റാനും പിടിക്കാനൊന്നുമല്ല. അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട്. എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ 1ന്റെ അതേ ക്രിയേറ്റീവ് ടീംസിന് തന്നെ 2ഉം 3ഉം അങ്ങ് ചെയ്തു വെച്ചാൽ പോരെ? അപ്പൊ സീസണുകൾ വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവുക. ഇപ്പൊ മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുത്തിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട്. അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. അല്ലാതെ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച് കഴിയുന്നതോ ഒരു മത്സരത്തെ വെറും വാശിയോടും കൂടി സമീപിച്ചിട്ട് ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടു കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല. കാര്യം ഇവർക്ക് എന്താണ്, ഇവർക്ക് ഈ മൽപ്പിടുത്തങ്ങളും ആടിയും പിടി, കാരണം ഇവർ കുടുംബത്തിലാണ് കണ്ടിട്ടുള്ളത്. ഇവരുടെ അച്ഛനും അമ്മയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത് കാണാനാണ് ഇവർക്ക് ഇഷ്ടം. അല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവർ കഴിയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇത്തരം ടോക്സിസിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്നതും ഈ ഷോയെ ഒരു ടോക്സിക് ഷോ ആക്കി മാറ്റുന്നതും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും. ഞാനും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടന്ന് ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടിക്കൊണ്ടാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു വിജയി പുറത്തു വരുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയികൾക്കായാലും വോട്ട് ലഭിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നതുകൂടി ഞാൻ ഓർമ്മ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. ബിഗ് ബോസ് സീസൺ 6 മാർച്ച് 10ന് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആ സീസണിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം ചാനലിൽ ഇടുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.